ശ്രീലങ്കയ്ക്ക് 2 പതിറ്റാണ്ടിന് ശേഷമാണ് വീണ്ടും ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടാകുന്നത്. ഹരിണി അമരസൂര്യ. ഇന്ത്യയിൽ പഠിച്ച അമരസൂര്യ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാകുന്നത് തകർച്ചയിൽ നിന്ന് കരകയറുന്ന രാജ്യത്തിന് ഏറെ പ്രതീക്ഷയാണ് പകരുന്നത്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ഹിന്ദു കോളേജിലായിരുന്നു ഹരിണി അമരസൂര്യയുടെ ബിരുദ പഠനം. ശ്രീലങ്കയുടെ 16ാമത് പ്രധാനമന്ത്രിയായാണ് ഹരിണി അധികാരമേറ്റത്. അക്കാദമിക രംഗത്ത് നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് ഹരിണി എത്തുന്നത്. 2000-ന് ശേഷം ആദ്യമായാണ് ശ്രീലങ്കയ്ക്ക് വനിതാ പ്രധാനമന്ത്രി ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ 3ാമതും. 54-കാരിയായ ഹരിണി ഉന്നത പഠനകാലം ചെലവഴിച്ചത് ഇന്ത്യയിലായിരുന്നു. 1991 മുതൽ 1994 വരെ ഡൽഹി സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ബിരുദം പൂർത്തിയാക്കി. വിവിധ മേഖലകളിൽ പ്രതിഭകളെ സമ്മാനിച്ച ചരിത്രമാണ് ഹരിണി പഠിച്ച ഹിന്ദു കോളേജിനുള്ളത്. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഹരിണിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ചത് ഹിന്ദു കോളേജിലെ പഠനകാലമാണെന്ന് വേണം മനസ്സിലാക്കാൻ. പതിറ്റാണ്ടുകളായി സ്റ്റുഡന്റ് ഗവൺമെന്റാണ് ഹിന്ദു കോളേജിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഓരോ വർഷവും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയുമെല്ലാം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്താണ് കോളേജിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ബോളിവുഡ് സംവിധായകൻ നളിൻ രാജൻ സിംഗ് കോളേജിൽ ഹരിണി അമരസൂര്യയുടെ സഹപാഠിയായിരുന്നു. കോളേജ് ഫെസ്റ്റിവലുകളിലും ഡിബേറ്റുകളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു ഹരിണി. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായ അവർ കോളേജിൽ സന്ദർശനത്തിന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നളിൻ രാജൻ സിംഗ് ഓർത്തെടുക്കുന്നു. ഹരിണി പ്രധാനമന്ത്രിയാകുന്നതോടെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിനും ഗുണകരമാകുമെന്നാണ് രാജ്യാന്തര തലത്തിലെ വിലയിരുത്തൽ. സിരിമാവോ ബന്ദ്രനായികയായിരുന്നു ശ്രീലങ്കയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. 1960-ലാണ് സിരിമാവോ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായത്. 1999-ൽ സിരിമാവോയുടെ മകൾ ചന്ദ്രിക കുമാരതുംഗ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി. അതിനുശേഷമാണ് ഹരിണിയിലൂടെ മറ്റൊരു വനിതാ പ്രധാനമന്ത്രിയെ കൂടി ശ്രീലങ്കയ്ക്ക് ലഭിക്കുന്നത്. കൊളംബോയിൽ ജനിച്ച ഹരിണി അമരസൂര്യ ഡൽഹിയിലെ പഠനശേഷം ഓസ്ട്രേലിയയിൽ നിന്ന് നരവംശശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി നേടി. പിന്നീട് സാമൂഹിക നരവംശശാസ്ത്രത്തിൽ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhDയും കരസ്ഥമാക്കി. അധ്യാപികയായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ഹരിണി 2000-ലാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ശ്രീലങ്കയുടെ വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് ഹരിണി അമരസൂര്യ പ്രധാനമന്ത്രിയാകുന്നതെന്നതാണ് ശ്രദ്ധേയം. ആദ്യത്തെ വെല്ലുവിളി സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുക എന്നത് തന്നെയായിരിക്കും. പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ ധനകാര്യ വകുപ്പിന്റെയും ടൂറിസത്തിന്റെയും ചുമതലകൾ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, നിക്ഷേപ മേഖലകളിലാണ് ഹരിണിയുടെ ശ്രദ്ധ പതിയേണ്ടത്. ശ്രീലങ്കയുടെ $25 ബില്യൺ കടക്കെണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ ഉടനടി ഉണ്ടായില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ സ്ഥിതി വളരെ മോശമാക്കുമെന്നതാണ് വിലയിരുത്തൽ. നവംബറിലാണ് ഈ വായ്പയുടെ അടുത്ത ഗഡു തിരിച്ചടയ്ക്കേണ്ട സമയം. അതിനു മുമ്പ് കടക്കെണിയിൽ നിന്ന് പുറത്തു കടക്കേണ്ട നടപടികൾക്ക് തുടക്കം കുറിക്കേണ്ടത് ദിസനായകയ്ക്കും ഹരിണിക്കും വലിയ വെല്ലുവിളിയാണ്. ഗോട്ടബായ രാജപക്ഷ നയിച്ചിരുന്ന സർക്കാർ 2022-ൽ വീഴാൻ കാരണമായത് തന്നെ രാജ്യത്തെ തകർത്ത് കളഞ്ഞ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും പ്രക്ഷോഭങ്ങളുമായിരുന്നു. എന്തായാലും ശ്രീലങ്കയിലെ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് ദിസനായകയുടെ പുതിയ തീരുമാനം. പുതിയ പാർലമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ദിസനായകയുടെയും ഹരിണി അമരസൂര്യയുടെയും തീരുമാനങ്ങൾ ശ്രീലങ്കയ്ക്ക് പുതിയ ഊർജം പകരുമെന്നാണ് രാജ്യാന്തര നിരീക്ഷകരുടെ വിലയിരുത്തൽ.